വൈക്കം മുഹമ്മദ് ബഷീർ വിശ്വപ്രസിദ്ധിയാർജിച്ച മലയാളത്തിൻ്റെ അഭിമാന കഥാകാരൻ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവൽ മതിലുകൾ. വായിക്കുന്നത് മൂന്നാം ഭാഗം വികേൻ. ലോക്കപ്പിൻ്റെ കമ്പിയഴിവാതിലിന് വെളിയിലായി മുകളിൽ ഭയങ്കര വെളിച്ചമുള്ള ഒരു ബൾബ് തെളിഞ്ഞു. വാർഡർ പോയി. പ്രപഞ്ചമാകുന്ന മഹാ ജയിലിനുള്ളിലെ ചെറിയ ജയിലിൽ ഞാൻ തനിച്ച്, ഞാനും അനന്തതയും. ഞാൻ ജമുക്കാളം ശരിപ്പെടുത്തി പാത്രങ്ങൾ മൂലയിൽ വെച്ചു. സന്ധ്യ മയങ്ങി വരികയാണ്. ഞാനും ലോക്കപ്പിനകവും നല്ല വെളിച്ചത്തിലാണ്. ഞാൻ ഇന്നത്തെ കണക്കിലുള്ളവനുമല്ല. ദൈവമേ, അതുകൊണ്ട് രാത്രി പട്ടിണി കിടക്കണം. എന്തെങ്കിലും ആഹാരം വരുത്താൻ നന്നായി എനിക്കറിയാം. ഇരുമ്പുവാതിൽ പിടിച്ച് ഭയങ്കരമായി കുലുക്കി വാർഡറെ വിളിച്ചുകൂവി ബഹളമുണ്ടാക്കാം. ജയിലർ, സൂപ്രണ്ട് മുതലായവരെ വരുത്തുകയും ചെയ്യാം. അങ്ങനെ ആഹാരം കിട്ടും. ഞാൻ വിചാരിച്ചു, വേണ്ട, സാഹിത്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ത്യാഗം അനുഷ്ഠിക്കണമല്ലോ. നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുറേയേറെ അടിയിടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വളരെ ദയയോടെ തൂക്കിൻ്റെ പാത്തി കൊണ്ട് എൻ്റെ നെഞ്ചത്തിടിച്ച് എന്നെ പതുക്കെ വീഴ്ത്തിയിട്ടുണ്ട്. തെരുവിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം ജയിലിലും കിടന്നു. ഇനിയോ, ഇപ്പോഴത്തെ ഈ ജയിൽവാസം സാക്ഷാൽ സാഹിത്യത്തിനു വേണ്ടിയത്രേ. രാഷ്ട്രീയവുമുണ്ട്. ഓർത്തപ്പോൾ ശകലം അഭിമാനമൊക്കെ തോന്നി. കുറേ വെള്ളം കുടിച്ചു. ബ്ലേഡ് എടുത്ത് തീപ്പെട്ടിക്കമ്പ് രണ്ടായി പിളർക്കാൻ മറന്നു. ഒരു മുഴുവൻ കോല് തന്നെ കത്തിച്ചു രാജകീയ മട്ടിൽ ഒരു ബീഡി വലിച്ചു. 5-6 വലി വലിച്ചതിനു ശേഷം ബീഡി എടുത്തിവെച്ചു. ധൂർത്ത് നല്ലതല്ല. അങ്ങനെ ഇരുന്ന് ഞാൻ ശ്രദ്ധിച്ചു. സ്ത്രീയുടെ ചിരി കേൾക്കുന്നില്ല. പെണ്ണിൻ്റെ മണം അനുഭവപ്പെടുന്നില്ല. എന്താണ് കാരണം? ഞാനിരിക്കുന്നത് പെൺജയിലിന് അടുത്താണ് താനും. നീ എവിടെയാണ് പെണ്ണെ? പെണ്ണിൻ്റെ ആ ആദിമമായ മണം ഒരുപക്ഷെ എൻ്റെ ഭാവനയായിരിക്കുമോ? പണ്ട് അനന്തകോടി മന്വന്തരങ്ങൾക്ക് മുമ്പ് ആദമായി ഏദൻ തോട്ടത്തിൽ ഉണർന്നപ്പോൾ അനുഭവപ്പെട്ട ഹൗവയുടെ അത്ഭുതകരമായ മണം എൻ്റെ ആത്മാവിൽ സംഭരിച്ചു വച്ചിരുന്നതായിരിക്കാം. മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞു വളർന്ന യാത്രക്കാരൻ കാണുന്ന തെളിനീർ തടാകം, വെറും മരീചിക. അതുപോലെ എല്ലാം മാഞ്ഞുപോയി. പക്ഷേ ഉണർന്ന ആത്മാവ്, വിടർന്ന നാസാരന്ധ്രങ്ങൾ, പൊട്ടാൻ പോകുന്ന ഹൃദയം. പെണ്ണെ, എവിടെ ആ മനോഹര ശബ്ദം? എവിടെ എവിടെ ആ മാദക പരിമളം? ഞാൻ ഇരുമ്പഴികളിലൂടെ വെളിയിലേക്ക് നോക്കി. വെളിച്ചത്തിൻ്റെ ഉഗ്രത കാരണം ഒന്നും കാണാൻ വയ്യ. ലോകത്തെ ഇരുൾ മൂടിക്കഴിഞ്ഞു. എന്നാൽ ഇരുട്ടിന് ശരിക്ക് കാണാനും വയ്യ. ഒന്ന് മനസ്സിലായി, ഞാൻ ഇതുവരെ ഇരുട്ട് കണ്ടിട്ടില്ല. ഒന്നും കാണാൻ കഴിയാത്ത അത്ഭുതകരമായ ആദിമമായ കുരിരുളെ, അന്തമില്ലാത്ത ആകാശവിശാലതയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രകോടികളെ, ചന്ദ്രികാചർച്ചിതമായ മോഹനരാവി, നിങ്ങളെ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത് ശരിയല്ല. കണ്ടിട്ടുണ്ട്. എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലെന്ന് മാത്രം. രാത്രിയുടെയും മറ്റും സൗന്ദര്യം ആര് വകവയ്ക്കുന്നു? ആര് ശ്രദ്ധിക്കുന്നു? യാമിനി. ഓർത്തപ്പോൾ പണ്ടത്തെ ഒരു സുന്ദര രാത്രി ഓർമ്മ വന്നു. ഒരു ചെറു ഗ്രാമം. പിന്നെ അങ്ങോട്ട് 1000 മൈൽ വെറും പൊടിമണൽ നിറഞ്ഞ മരുഭൂമി. ചക്രവാളം, മഹാചക്രവാളം നിറയും. ഇതുപോലുള്ള ഒരു സന്ധ്യ. ഞാൻ ആ മരുഭൂമിയിലേക്ക് ഇറങ്ങി. ഏതാണ്ട് 1 മൈൽ നടന്നു കാണും. ചുറ്റും വെൺപട്ടു വിരിച്ചതുപോലെ മൺപരപ്പ് മാത്രം. ഞാൻ ആ മഹാപ്രപഞ്ചത്തിൻ്റെ ഒത്തനടുക്ക് തനിച്ച് തലയ്ക്ക് മീതെ കൈയെത്തിച്ചു തൊടാവുന്ന ഉയരത്തിൽ തെളിവേറിയ പൂർണ്ണചന്ദ്രൻ, കഴുകി വെടുപ്പാക്കിയ നീലാകാശം, പൂർണ്ണചന്ദ്രനും നക്ഷത്രങ്ങളും, വളരെ മുഴുപ്പോടെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, കോടി, അനന്തകോടി, എണ്ണമില്ലാത്ത നക്ഷത്രങ്ങൾ, പൂർണ്ണവൃത്തത്തിൽ ചന്ദ്രൻ, നിശബ്ദ പ്രപഞ്ചം. എന്നാൽ ഏതോ ദിവ്യമായ നിശബ്ദ സംഗീതം പോലെ നാദബ്രഹ്മത്തിൻ്റെ അനന്തമായ വിഭ്രമം. എല്ലാം അതിൽ മുഴുകിപ്പോയിരിക്കുന്നു. ആനന്ദാത്ഭുതത്തോടെ ഞാൻ നിന്നു. എൻ്റെ അത്ഭുതവും ആനന്ദവും കണ്ണുനീരായി മാറി. ഞാൻ കരഞ്ഞു. ആവതില്ലാതെ ഞാൻ കരഞ്ഞുകൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്കൂടി. ലോകാലോകങ്ങളുടെ സൃഷ്ടാവേ, എന്നെ രക്ഷിക്കേ. എനിക്കിതെന്നിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിൻ്റെ ഈ മഹാപ്രഭാവം.
ഈ മഹാത്ഭുതം! ഞാൻ വളരെ ചെറിയ ഒരു ജീവിയാണല്ലോ. എനിക്ക് വയ്യ, എന്നെ രക്ഷിക്കുക. പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നത് ജയിൽ വാർഡർ രാവിലെ വന്ന് താഴ് തുറന്ന് ഇരുമ്പഴികളിൽ പിടിച്ച് ഒന്ന് കുലുക്കിയപ്പോഴാണ്. സലാം പ്രപഞ്ചമേ! ഞാൻ എണീറ്റു. കഷ്ണം ബീഡിയും കത്തിച്ചുപോയി രാജകീയ മട്ടിൽ തന്നെ പ്രഭാതകൃത്യങ്ങൾ ആരംഭിച്ചു.